നമ്മൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. ന്യൂസിലൻഡിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തിയതായ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന ബ്ലൂ മിസ്റ്റി ടൂൾസ് ആൻഡ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് മനുഷ്യക്കടത്ത് നടന്നത്. ബ്ലൂ മിസ്റ്റി വഴി ന്യൂസിലൻഡിലേക്ക് പോയ ആളൂർ സ്വദേശിയ യുവാവ് മാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഞെട്ടിക്കുന്ന മനുഷ്യക്കടത്തിന്റെ വിവരം പുറത്തറിയുന്നത്. ഈ പരാതിയിൽ ബ്ലൂ മിസ്ലി മാനേജിംഗ് ഡയറക്ടർ സിനോബ് അറസ്റ്റിലായിട്ടുണ്ട്. നിലവിൽ 6.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ട കാലടി സ്വദേശിയായ യുവതി കാലടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയ യുവതി നമ്മളോടൊപ്പം ചേരുന്നു. നിലവിൽ അവർക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. നമുക്ക് അവരോട് കാര്യങ്ങൾ അറിയാം. വെരി ഗുഡ് മോർണിംഗ്. എന്താണ് അവസ്ഥ? ഇപ്പൊ എവിടെയാ ഉള്ളത്? നാട്ടിലല്ലേ? അതെ അതെ, നാട്ടിലാണ്. താങ്കൾ ഈ ബ്ലൂ മിസ്ലി വഴി ന്യൂസിലൻഡിലേക്ക് പോയ ആളാണോ? അല്ലല്ല, ഞാൻ പോകാൻ വേണ്ടി ക്യാഷ് കൊടുത്ത ആളാണ്. ഓ ശരി. എന്തായിരുന്നു, നഴ്സിംഗ് ആയിരുന്നു ഓഫർ? കെയർ ഹോമിലേക്കായിരുന്നു. അപ്പം അവര് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇത് മാത്രം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടാണ് ബാക്കി ഇന്റർവ്യൂ കാര്യങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ആളൂർ സ്വദേശി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. അയാൾ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് അതല്ല, മനുഷ്യക്കടത്ത് പോലത്തെ സംഭവം എന്നുള്ള കാര്യം മനസ്സിലാവുന്ന അന്നേരം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ഈ ബ്ലൂ മിസ്ലി എന്ന് പറയുന്ന കമ്പനി വഴി ന്യൂസിലൻഡിലേക്ക് ഈ നഴ്സിംഗ് ജോലിക്ക് എന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോകും. പക്ഷെ അവിടെ പോയി ആ വിസയിലല്ല ആയിരിക്കില്ല ജോലി കിട്ടുക, അല്ലേ? നമ്മളെ അങ്ങോട്ട് അവിടെ എത്തിക്കുന്നില്ല, പകുതി വരെ എത്തിക്കുന്നുള്ളൂ. അവിടെ നമ്മളെ സ്റ്റേ ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഈ പോയ ആള് ഒരു 6 മാസത്തോളം അവിടെ പെട്ടുപോയി. ഈ പകുതി ന്യൂസിലൻഡിൽ തന്നെ എത്തിക്കില്ലേ? ഇല്ല, ന്യൂസിലാൻഡിൽ എത്തിക്കുന്നില്ല. അയാള് പോളണ്ടിലാണ് എത്തിച്ചിരിക്കുന്നത്. പോളണ്ട്, പിന്നെ അവിടുന്ന് പിന്നെ മാറി മാറി ഓരോ സ്ഥലത്തേക്ക് അയാള് താമസിച്ചിരുന്നത്. അപ്പൊ എന്താണ് ഈ ന്യൂസിലൻഡിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും പോളണ്ടിൽ ഇറക്കുകയും ചെയ്യുമ്പോൾ ഈ ബ്ലൂ മിസ്ലി ടൂൾസ് ആൻഡ് കൺസൾട്ടൻസിക്കാർ എന്താ പറയുന്നത്? അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, അതോടുകൂടി ശരിയാക്കി തരാം, എന്നിട്ട് കയറ്റിവിടാം എന്നാണ് അവർ പറയുന്നത്. ഇതൊരു വ്യാപകമായ തട്ടിപ്പ് ശൃംഖലയാണോ ഇത്? എന്നാണ് തോന്നുന്നത്. എന്നെ കൂടാണ്ട് 17 പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ. അതും പോരാഞ്ഞിട്ട് ഒരു 10-30 പേര് വേറെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ലക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡ് ബാച്ചില് ഓരോ ലക്ഷം രൂപ ഒരു 22 പേരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുമുണ്ട്. താങ്കൾ എത്ര രൂപ കൊടുത്തു? 6.5. ഇല്ല, അവര് 9.5 ആവശ്യപ്പെട്ടത്, അഡീഷണൽ ടിക്കറ്റ് ചാർജ്. മൊത്തം 6.5 കൊടുത്തു. അതെ അതെ. അപ്പൊ താങ്കൾക്ക് മനസ്സിലായി ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. പൈസ തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടിരുന്നോ? ആവശ്യപ്പെട്ടിരുന്നു. അപ്പം അവര് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡേറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഒരു 3-ാം തീയതി പറഞ്ഞു. 3-ാം തീയതി നമ്മളൊരു രാവിലെ വിളിക്കുമ്പോ അവര് പറയുന്ന ഒരു 3 മണിയാകുമ്പോ വിളിക്കാൻ പറയും. നമ്മൾ ആ 3 മണിയായപ്പോഴത്തേക്ക് നോബിൾ എന്ന് പറയുന്ന അയാളുടെ പേര് അജീന്നും കൂടി ഉണ്ട്, ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. അപ്പൊ അവൻ പറയും ഒരു 2 ദിവസം കഴിയുമ്പോ വീണ്ടും വിളിക്കാൻ പറയും. അന്നേരവും പിന്നെ 3 മണിയാട്ടോ ടൈം പറയുന്നത്. ഈ 3 മണി തൊട്ട് ഒരു 5:30 വരെ ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഈ നോബിളിനെ. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഫോൺ ബിസിയാണ്, കോൾ വെയിറ്റിംഗ് ആണ്. പക്ഷെ അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു 5:30 ആയപ്പം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ ഒരു നിമിഷം വരെ ആയിട്ടും അവനായിട്ട് കോണ്ടാക്ട് നടന്നില്ല. അല്ല, അതിനിടയ്ക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്നപ്പോ പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ ക്യാഷ് തരാൻ ചേച്ചി, നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാൻ പോകരുത് എന്ന് പറഞ്ഞോണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞ് ബ്ലൂ മിസ്ലി കൺസൾട്ടൻസി എന്ന് പറയുന്ന കമ്പനി ഇതേപോലെ ഒട്ടനവധി ആളുകളെ ഈ മനുഷ്യക്കടത്തിന് ഇരയാക്കിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. പാവങ്ങൾ പോയിട്ട് അവിടെ എന്ന് വെച്ചിട്ട് ഈ ലോൺ എടുത്ത് പോയതുകൊണ്ട് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ പെട്ടുപോയിട്ട് തിരിച്ചു വരാൻ പറ്റാണ്ട് അവിടെ കിടന്നിട്ടുണ്ട് 5-6 മാസത്തോളം. അതിലൊരു 2-3 പെമ്പിളേര് വന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. അത് വിവിധ സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഒരു 19 ലക്ഷം രൂപയൊക്കെ പോയൊരു കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പുറത്തു വരാൻ അവർക്ക് പേടിയാ. ഇവരെന്താ പറയാ, എന്താ ചെയ്യാന്നറിയില്ലാത്തത് കൊണ്ട് പുറത്ത് പരാതി കൊടുക്കാൻ പേടിയായതുകൊണ്ട്, ആൾക്കാരുടെ മുമ്പിലേക്ക് വരാൻ പേടിയായതുകൊണ്ട് അവർ വരാത്തതാ. അപ്പൊ ഇവര് കുറച്ച് കാലമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണോ ഇരിങ്ങാലക്കുടയിൽ? അതെ അതെ. ഇവർക്ക് ഇരിങ്ങാലക്കുടയിൽ മാത്രമല്ല, ട്രിവാൻഡ്രത്തിൽ ഇവർക്ക് ഏജൻസി ഉണ്ട്. അതില് ട്രിവാൻഡ്രത്തെ ഏജൻസിയില് ഒരാളും കൂടി ഡയറക്ടർ ഉണ്ട്, അതായത് ദുർഗ എന്ന പെൺകുട്ടിയുടെ പേര്.
ആ, അപ്പോൾ ഇവരുടെ മെയിൻ പരിപാടി ഈ മനുഷ്യക്കടത്ത് നടത്തുക എന്നുള്ളതാണ്. നഴ്സിംഗ് എന്ന് പറഞ്ഞ് പ്രധാനമായിട്ടും നഴ്സിംഗ് ആണോ ഇവരുടെ മേഖല? നഴ്സിംഗിൽ നിന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷെ പോയവരാരും ഇതുവരെ ജോലിക്ക് കയറിയിട്ടില്ല. ശരിക്കും പറഞ്ഞ ഇങ്ങനെ മനുഷ്യക്കടത്ത് പോലെ കൊണ്ടുപോയിട്ട് അവിടെ എവിടെയെങ്കിലും പെട്ട് കിടത്തി, എന്നിട്ട് പിന്നെ ഒരു നിവൃത്തിയില്ലാണ്ട് വരും. നമ്മൾ തന്നെ സ്വയം ക്യാഷ് എടുത്ത് തിരിച്ചു പോരുക, അല്ലെങ്കിൽ പെട്ടുപോകുന്നവർ അവിടെ പെട്ടുപോകും. വരാനൊരു നിവൃത്തിയില്ലാത്ത ആൾക്കാർ അവിടെ പെട്ടുപോയി കിടക്കും. എന്തായാലും പ്രേക്ഷക ശ്രദ്ധിക്കുക, ഇരിങ്ങാലക്കുട ഭാഗത്തും തിരുവനന്തപുരത്തും പ്രവർത്തിക്കുന്ന ബ്ലൂ മിസ്റ്റി ടൂർസ് ആൻഡ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ ഉടമയെ ഇപ്പോൾ സിനോബിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യുവതിയുടെ പക്കൽ നിന്ന് തന്നെ 6.5 ലക്ഷം രൂപയാണ് ഈ കാലടി സ്വദേശിയായ യുവതി കൊടുത്തത്. കാലടി പോലീസിൽ നിലവിലൊരു പരാതിയുമുണ്ട്. താങ്ക് യു.